ഫുഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുട്ടപ്പുളി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. പാലക്കാടൻ സ്റ്റൈലിലാണ് കേട്ടോ. ഞാനിതിവിടെ ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ചെറിയ ഉരുളി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും അതുപോലെ ഇഞ്ചിയും പച്ചമുളകും, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളി. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒരു 3-4 തക്കാളി ഒരു 4 എണ്ണം വേണം കേട്ടോ. ചെറുതാണെങ്കിൽ 4 എണ്ണം. അപ്പോൾ ഞാൻ ചെറിയ തക്കാളി എടുത്തത് ഒരു 4 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി മൂടി വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളി. ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് വെള്ളമാക്കിയതാണ്. അതിൻ്റെ പുളിവെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മുറി തേങ്ങയുടെ പകുതി നല്ലതുപോലെ അരച്ചെടുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറിക്ക് എത്ര കറി വേണോ അതിനനുസരിച്ച് വേണം തേങ്ങയുടെ അളവും കൂട്ടും കുറയ്ക്കും ചെയ്യാൻ കേട്ടോ. അരപ്പൊഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാൻ ഓരോന്ന് ആയിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ല കേടുണ്ടെങ്കിൽ അറിയില്ല, ഒന്ന് കേടായ കറി മൊത്തം കുളമാവും. അപ്പോൾ ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടുക. ഈ മുട്ടേനെ ഒന്ന് മറിച്ചിടുക. അത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഏകദേശം കറി ശരിയായി. ഈ ലാസ്റ്റ് ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ, ഇത് ഇവിടെയൊക്കെ ചോറിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചോറിനൊരു ഒഴിച്ചുകറി ആയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.